ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെയാണ്. പിന്നെ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴം വെച്ച് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഈ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന അതിന് കുറച്ച് അരിപ്പൊടിയും കൂടെ വെച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ആദ്യമേ ചെയ്യുന്നത് ഒരു വലിയ പഴവും ഒരു ചെറിയ പഴവും കൂടെ കട്ട് ചെയ്തതാണ്. അത് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആവി ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് ആദ്യമേ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് വെച്ച് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ പഴമെല്ലാം പുഴുങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് വേറൊരു പാത്രത്തിലോട്ടാക്കാം. പഴമെല്ലാം വേറൊരു പാത്രത്തിലാക്കി തൊലി കളഞ്ഞ് വെച്ചു. ഇനി ഇതിൻ്റെ നാരുകളൊക്കെ കളഞ്ഞ് നമുക്ക് വെച്ചിട്ട് ഇതിനകത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നാരുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നടുക്കത്തിരിക്കുന്ന പഴത്തിന് നാര്, അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഴമൊന്ന് നല്ല വൃത്തിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്നതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി വെള്ളം, ചെറിയ തോതി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ അരച്ചെടുക്കണം. ചെറിയ ഒരു തരി വേണം, ഇങ്ങനെ അരച്ചാൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. ഇനി അരിപ്പൊടി എന്നുവെച്ചാൽ അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി അതിനകത്തോട്ട് തട്ടാം. ഇനി ലേശം ഉപ്പ്, ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര, 3 ഏലക്ക. നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. അത് വെള്ളം ഒഴിക്കണ്ട, എന്നാലും ഇച്ചിരി വെള്ളമൊന്ന് ലേശം, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുഴയ്ക്കുമ്പം അധികം ലൂസായി പോവരുത്, കുഴച്ചെടുക്കാൻ പാടായിരിക്കും. മാവെല്ലാം ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. നല്ലോണം നമുക്ക് കുഴയ്ക്കാൻ പറ്റി. അധികം വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം വേണ്ട. അപ്പം നമ്മളൊരു ബോൾ മാതിരി ആക്കിയെടുക്കും. കുറേശ്ശെ മാവെടുത്ത് നമ്മളൊരു ബോൾ മാതിരി ആക്കിയെടുക്കും. നമ്മൾ ഉരുട്ടി വെച്ച് ഇനി നമ്മളൊരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബോൾ മാതിരി നമ്മൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ബോളുകളായിട്ട് ഇങ്ങനെ ഉരുട്ടി വയ്ക്കും. ചെറിയ ബോളുകളാക്കി അതിങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ബോളുകളാക്കി വെക്കണം. ഇങ്ങനെ ഉരുട്ടണം എല്ലാം. നമുക്കെല്ലാം ഇതേപോലെ ഉരുട്ടി വയ്ക്കാം. തേങ്ങ വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം, ഓപ്ഷനില്ല. ഞാനിത് തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ വേണ്ടുന്നവർക്ക് ചേർക്കാം. തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇത് വേറൊന്നും നമ്മൾ ഇത്രയും ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ, വേറൊന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ ഇങ്ങനെ ഉരുട്ടി നമുക്ക് ഇതേപോലെ വയ്ക്കാം. വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. ഈ ഇലയോടെ നമ്മൾ വെച്ച് ആവിയിൽ വേവിക്കുന്നത്, അങ്ങനെ നമ്മൾ ഇലക്കകത്ത് ഉരുട്ടി വെക്കുന്നത്. ഇതേപോലെ എല്ലാം നമ്മൾ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ ബോൾസായിട്ട്. ഇച്ചിരി വ്യത്യാസം വരും, എന്നാലും അതെങ്ങനെ. ഏത്തപ്പഴമൊക്കെ നമ്മൾ
കുട്ടികൾക്ക് ഇങ്ങനെ പച്ചയായിട്ട് കൊടുക്കാതെ ഇങ്ങനെ ഓരോരോ വിഭവങ്ങളൊക്കെ ആക്കി കൊടുത്ത് അവർ കഴിച്ചോളും. നല്ല ഗുണങ്ങളല്ലേ ഏത്തപ്പഴത്തിലൊക്കെ. നമ്മൾ നാടൻ ഏത്തപ്പഴം കിട്ടണം, അത് നല്ലതാണ്. ഇതേപോലെ എല്ലാം ബോർഡുകളാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഇതിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇലയോടുകൂടി നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് വയ്ക്കാം. ഓരോന്നോരോന്ന് നമുക്ക് അകത്തി വയ്ക്കാം. നമ്മുടെ ഇഡലി പാത്രത്തിൽ എല്ലാം ഇങ്ങനെ ബോളുകളാക്കി വെച്ച് ഇനി ആവി വെച്ച് അടച്ചു വയ്ക്കാം. ഇഡലി പാത്രമെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് വീവട്ടെ. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. 4 മണി പലഹാരമാണ്. ഏത്തയ്ക്ക വെള്ളവും അരിപ്പൊടിയും വെച്ചുള്ള. ഇനി ഇതൊന്നൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഏത്തപ്പഴം വെച്ചുള്ള പലഹാരം 4 മണിക്ക് കഴിക്കാനൊക്കെ ഉള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി കൊടുക്കാം, അവർ കഴിച്ചോളും. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, അവർ കഴിച്ചോളും. അത് മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ഏത്തപ്പഴം ഇനി പച്ചയോടെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പല രീതിയിൽ നമുക്ക് ഏത്തപ്പഴം വെച്ച് പല രീതിയിൽ ഉണ്ടാക്കാം. അതിലൊരു വിഭവമാണ് ഈ അരിപ്പൊടി. ഇതിനകത്ത് വലിയ ചേരുവയൊന്നുമില്ല, മധുരവും പഞ്ചസാരയും ചേർത്ത്, അരിപ്പൊടി ചേർത്ത്, പിന്നെ ഏത്തപ്പഴവും. പിന്നെ എണ്ണയൊന്നും ഇത് ചേർത്തില്ല, നെയ്യും അങ്ങനൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള മധുരം. ഇത് തയ്യാറാക്കാൻ പാടില്ല, സിമ്പിൾ റെസിപ്പീസാണ്. ഇത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന റെസിപ്പീസാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ഓപ്ഷന് ഒരു ബട്ടനും കൂടെ അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ പുതിയ റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക എല്ലാവരും. നമ്മൾ കുട്ടികൾ കഴിച്ചോളും. അല്ലെങ്കിൽ പഴമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഏത്തപ്പഴം കൊണ്ടുള്ള ഇതേപോലുള്ള ഓരോരോ പുതിയ പുതിയ വിഭവങ്ങളാണ്. ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. ഓക്കെ, ബൈ.